വീണാന്നാടെ നിന്നെ എങ്ങോട്ട് പോവുക? കുളിച്ചോടി നീ ഇന്ന്? എത്ര ദിവസമായിടി നീ കുളിച്ചിട്ട്? നീ എൻ്റെ വയറ്റിലാണോടി വന്ന് ജനിച്ചേ? ആ റൂമിലോട്ടൊന്ന് കയറണം. എൻ്റെ അമ്മോ, എന്തൊരു നാറ്റമാണെന്നറിയോ? വിയർപ്പിൻ്റെ നാറ്റം കൊണ്ടിട്ട് ഇട്ട തുണി കഴുകത്തില്ല. എത്ര ദിവസമായി നീ തുണി കഴുകിയിട്ട്? എന്ന് രാവിലെ ചുണ്ടും ചോപ്പിച്ച് കവളും ചോപ്പിച്ച് അങ്ങ് പോയാൽ മതിയോ? ഈ സ്പ്രേ അടിക്കുന്നതേ കുളിച്ച് വൃത്തിയായിട്ടുള്ളവരെ സ്പ്രേ അടിക്കുന്നത്, അല്ല നിന്നെ പോലെ കുളിക്കാൻ നടക്കുന്നവരല്ല. എത്ര ദിവസമായി? നിന്റെ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെയാണോടി? ഇതോ അപ്പുറത്തെ ശ്വേതയൊന്ന് നോക്കിയേ, എന്ത് നല്ല കുട്ടിയാ. കുളിച്ച് 2 നേരം കുളിച്ച് നല്ല വൃത്തിക്കാ നടക്കുന്നത്. വീട്ടിലെ ജോലികൾ ചെയ്യും, തറ തുടയ്ക്കും, ചായയിടും. നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ? നാറില്ലേ നിനക്ക്? നീ അടുത്തൂടെ പോയാൽ തന്നെ എന്തൊരു നാറ്റാന്നറിയാവോ? നിന്റെയൊക്കെ പ്രായത്തിൽ ഞങ്ങളങ്ങ് ആറ്റിലും തോട്ടിലും പോയാൽ കുളിച്ചുകൊണ്ടിരുന്നത്. നിനക്കൊക്കെ ഇവിടെ ബാത്റൂം, അകത്ത് ബാത്റൂമും വെള്ളം എല്ലാം അടുത്തുണ്ടായിട്ടും കുളിക്കാൻ വയ്യ നിനക്കല്ലേ? എന്തൊരു നാറ്റാന്നറിയാവോ? ഒരു നേരമെങ്കിലും ഒന്ന് കുളിക്കുന്നു, ദിവസം ഒരു നേരമെങ്കിലും ആ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഒക്കെ കഴുകി ഒന്ന് കുളിച്ച് വൃത്തിയാവ്. നേരം വെളുക്കും ചുണ്ടിലും തേക്കും കവളിലും തേക്കും കുറെ സ്പ്രേയോ എടുത്തങ്ങ് അടിക്കും, അങ്ങ് പോവും. എന്താ ഇത്? അടുത്ത് നിന്റെ കൂട്ടുകാർക്കൊന്നും നിന്നെ നാർത്തില്ല? വൃത്തിയെന്ന് പറയുന്നൊരു സാധനം. കുഞ്ഞിനെ നിന്നെ ഞങ്ങൾ 2 നേരം കുളിപ്പിക്കുമായിരുന്നു ദിവസം, അറിയോ? കുളിപ്പിച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വൃത്തിക്കാണ് വളർത്തിയത്. പിന്നെ ആരാ നിനക്കിപ്പോൾ ഈ ശീലം കൊണ്ട് തന്നത്? കുളിക്കില്ല. കുളിക്കാണ്ട് നിന്റെ കഷം അവിടെ ഇവിടെയൊക്കെ നാറി അതില ചൊറിയും ചരമൊക്കെ വരും. ഒരു നേരമെങ്കിലും ഒന്ന് കുളിക്കി, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് കുളിക്കി. ആ തലയിൽ എന്ത് നാറ്റമായിരിക്കും തല നനയ്ക്കാണ്ട്? ചൊറിയില്ലേ നിനക്ക്? പുഴുത്ത് നാശമായി കാണും ആ തല. നിന്റെ അടുത്തെങ്ങനെ കുട്ടികളിരിക്കുന്നേ? നിന്റെ കൂട്ടുകാരെല്ലാം എങ്ങനെയാണോ? കുളിക്ക്, ദിവസം ഒരു നേരമെങ്കിലും കുളിക്ക്.